الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഹ്സിനീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ റമദാൻ എന്ന കൂട്ടുകാരൻ നമ്മിലേക്ക് എത്താൻ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെത്തണം എന്ന് കൊതിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങളും ഇനിയുള്ള സൃഷ്ട ജീവിതം നന്മയിലൂടെ മുന്നേറണം എന്ന് കൊതിക്കുന്ന ആളുകൾക്ക് എണ്ണമില്ലാത്ത അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും റമദാൻ വെളിപ്പാടകല വന്നു നിൽക്കുമ്പോൾ പലരും നമ്മുടെ കൂട്ടത്തിലില്ല. ഈ റമദാൻ വരുമ്പോൾ ആരൊക്കെ ഉണ്ടാകും എന്ന് പറയാനും നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ വീണ്ടും വീണ്ടും സ്വീകരിക്കുവാനും ആ റമദാനിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാനും അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ കിട്ടുക എന്നത്, ഒരു റമദാനും കൂടെ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നത് അല്ലാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ടാകണം റമദാനിലേക്ക് നാം പ്രവേശിക്കുന്നത്.
ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു വരുന്നു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഒരേ സമയത്ത് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ട് സ്വഹാബികൾ, രണ്ടുപേരും ഒരേ സമയത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ രണ്ടാളുകളും യുദ്ധത്തിൽ പങ്കെടുത്തു. ഒരാൾ ഷഹീദായി. രണ്ടാളും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു, രണ്ടുപേരും ഒന്നിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ ഒരാളാണ് ശുഹദാക്കളുടെ പട്ടികയിൽ വന്നത്. കൂട്ടുകാരനായ ആ സ്വഹാബി, മറ്റേ സ്വഹാബി ഒരു വർഷം കൂടെ ജീവിച്ചു. ഒരു വർഷവും കൂടെ അദ്ദേഹം ജീവിച്ചു. അങ്ങനെ സാദാ നിലക്ക് മരണപ്പെടുകയും ചെയ്തു. നബിയോട് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയെ, ആ രണ്ട് സ്വഹാബികളിൽ ഷഹീദായ സ്വഹാബിയേക്കാളും ആദ്യം സ്വർഗത്തിലെത്തിയത് സാദാ നിലക്ക് മരണപ്പെട്ട സ്വഹാബിയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ത്വൽഹത്തെ, രണ്ടാമത് സാധാരണ നിലക്ക് മരണപ്പെട്ട ആ മനുഷ്യന് ഒരു വർഷം ജീവിച്ചു എന്നല്ലേ നീ പറഞ്ഞത്? അതെ. അങ്ങനെ ഒരു വർഷം കൂടെ കൂടുതൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിറക്ക റമദാൻ, അവനിക്കൊരു റമദാനും കൂടെ കിട്ടിയിട്ടുണ്ടാകില്ലേ? അതേ നബിയെ, ഒരു റമദാനും കൂടെ കിട്ടിയിട്ടുണ്ടാകും. സ്വാഭാവികമായും ഒരു റമദാനും കൂടെ ആ മനുഷ്യനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റമദാനിൽ അവൻ നോമ്പ് നോൽക്കുകയും ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ആ റമദാനിന്റെ പവിത്രത മുഴുവനും കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലേ? മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അതേ എന്ന മറുപടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് അത് വലിയ ഭാഗ്യമാണ്. ഒരു പ്രാവശ്യവും കൂടെ റമദാൻ വരികയും ആ റമദാനിൽ നോമ്പ് നോൽക്കാൻ കഴിയുകയും ചെയ്തു എന്നതാണ്. രണ്ടാമത്തെ മനുഷ്യൻ സാധാ നിലക്ക് മരണപ്പെട്ടിട്ടും ഷഹീദിനേക്കാളും ഉന്നതമായ പദവിയിലെത്താനും ആദ്യമായി സ്വർഗത്തിലെത്താനും കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റമദാൻ വരിക എന്നതും റമദാനിനെ സ്വീകരിക്കാൻ കഴിയുക എന്നതും വലിയ ഭാഗ്യമാണ്. ആ നിഅമത്തിന് നന്ദിയുള്ള അടിമകളായി വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധമായ റമദാൻ എന്ന കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടെ എല്ലാവിധ റമദാൻ കൊണ്ടുവരുന്ന മുഴുവൻ ഓഫറുകളും കൃത്യമായി ഞാൻ സ്വീകരിക്കുകയും വാങ്ങുകയും ചെയ്തതിന് ശേഷമേ ആ റമദാൻ എന്ന കൂട്ടുകാരന് ഞാൻ യാത്രയയക്കുകയുള്ളൂ എന്ന കൃത്യമായ ചിന്തയോടെ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും റമദാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ അടുക്കളകൾ ഒരുങ്ങി, വീടുകൾ പെയിന്റ് അടിച്ച് തൂത്ത് വൃത്തിയാക്കി, എല്ലാവിധത്തിലും അവിടെയുള്ള വസ്ത്രങ്ങളും വിരിപ്പുകളും എല്ലാ നിലക്കും നമ്മുടെ ഉമ്മമാര്, സഹോദരിമാർ എല്ലാവരും അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. പള്ളികൾ പെയിന്റ് അടിച്ചും എല്ലാ നിലക്കും അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. അത് ഒരുങ്ങേണ്ടതാണ്. പക്ഷേ ആ ഒരുക്കത്തേക്കാൾ കൂടുതൽ ഒരുങ്ങേണ്ടത് സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ തൊട്ടിയടക്കപ്പെടുന്ന, പിശാചുക്കളെ ബന്ധസ്ഥരാക്കുന്ന ആ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ തീർച്ചയായും മറ്റുള്ള എല്ലാ ഒരുക്കങ്ങളെക്കാളും കൂടുതൽ മാനസികമായ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക. മാനസികമായി ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധമായിരിക്കുന്ന ഓരോ റമദാനിന്റെ രാത്രികളിലും വിളിച്ചു പറയും, യാ ബാഇയൽ ഖൈരി ഹലുമ്മ വയാ ബാഇയ ശർരി അഖ്സിർ. അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ, സ്വർഗം കൊതിക്കുന്നവരെ, റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ചിന്തയുള്ളവരെ, ഹലും, നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾ നല്ല ചിന്തയോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക. അല്ല, തിന്മയിലൂടെ തന്നെയാണ് പോകുന്നത്,
എനിക്ക് നന്നാകേണ്ടതില്ല, സ്വർഗമൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന ചിന്തയാണ് നിനക്കെങ്കിൽ നിങ്ങൾ ചിന്മ ചുരുക്കുക എന്ന് വിളിച്ചു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായ തയ്യാറെടുപ്പോടുകൂടെ കഴിഞ്ഞ റമദാനിനെ പോലെയാവില്ല ഈ റമദാൻ. ഒരു നന്മയും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. വിശുദ്ധ റമദാനിൽ എന്തെല്ലാം നന്മകൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ഞാൻ ചെയ്യും. ഒരു തിന്മകളിലും വിശുദ്ധമായ റമദാനിൽ ഞാൻ അകപ്പെടുകയില്ല. ഇത്തരത്തിലുള്ള കൃത്യമായ ചിന്തയോടെ നിയ്യത്തോടുകൂടെയാണ് ഈ വിശുദ്ധ റമദാനിലേക്ക് ഞാൻ നിങ്ങളും പ്രവേശിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഏറ്റവും ഓർത്തു വെക്കാൻ കഴിയുന്ന, ഏറ്റവും നമുക്ക് പ്രതീക്ഷ നൽകുന്ന സ്വർഗം റഹ്മാനായ റബ്ബിനോട് ചോദിക്കുമ്പോ, നരകത്തിൽ നിന്നുള്ള അഭയം റഹ്മാനായ റബ്ബിനോട് ചോദിക്കുമ്പോ ആ സ്വർഗത്തിലെത്താനും നരകത്തിൽ നിന്ന് അഭയം തേടുവാനും രക്ഷപ്പെടുവാനും ഈ വിശുദ്ധ റമദാനിനെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു റമദാനാക്കി മാറ്റാൻ നമുക്ക് കഴിയും. പക്ഷേ എന്തു വേണം? റമദാൻ വന്നതിന് ശേഷം പലരും അങ്ങനെയാണ്, റമദാൻ വരട്ടെ എന്നിട്ട് നന്നാകാം, റമദാൻ വരുന്നത് വരെ ഈ പോകുന്നത് പോലെയൊക്കെ ഇങ്ങനെ പോകട്ടെ. ആ റമദാൻ വന്നതിന് ശേഷം ജമാഅത്തിന്റെ കാര്യത്തിലും നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റുള്ള ദാനധർമ്മത്തിന്റെയും സുഹൃതങ്ങളുടെ നന്മകളുടെ കാര്യത്തിൽ റമദാൻ ആയിട്ട് നന്നാകാം എന്ന് ചിന്തിക്കുന്നതിന് പകരം നന്നായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാമെന്ന തീരുമാനത്തിലേക്കും ചിന്തയിലേക്കും വളർന്നു വരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനിന്റെ മുമ്പേ വളരെ കൃത്യമായ മുന്നൊരുക്കത്തോടെ, കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ വിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ നമുക്ക് കഴിയണം. അതിന് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങൾ: ഒന്ന്, ഏതെങ്കിലും നിലക്ക് നമ്മുടെ നോമ്പുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കഴിഞ്ഞ വർഷത്തിലുണ്ടെങ്കിൽ കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിൽ ആ നോമ്പിനെ ഖളാ വീട്ടുക എന്നതാണ് വളരെ പ്രധാനം. അങ്ങനെ ഒരു നോമ്പും ഖളാ ആയി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത വിധം റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തേത്, പാപക്കറകളെല്ലാം കഴുകിക്കളയുക എന്നതാണ്. കാരണം മാനസിക ശുദ്ധിയാണ് ഏതൊരു പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം. നമ്മുടെ കാല് നന്നാകണമെങ്കിൽ, നമ്മുടെ കൈ നന്നാകണമെങ്കിൽ, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമ് കാണാത്തവരാകണമെങ്കിൽ, അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനം നന്നാകുന്നതിന്റെ കാരണം അത് മനസ്സാണ്. മനസ്സ് നന്നാകാതെ വേറൊരു പ്രവർത്തനങ്ങളും നന്നാവുകയില്ല. പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും ആത്മാർത്ഥമായ പക്ഷാതപങ്ങളിലൂടെ തൗബയിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പാപക്കറകൾ കഴുകി കളഞ്ഞുകൊണ്ട് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് നല്ല മനസ്സിന്റെ ഉടമകളായി വിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ നമുക്ക് കഴിയണം. അത്താഇബു മിനൽ ദംബി കമല്ലാ ദംബല, തൗബ ചെയ്യുന്നവൻ, പക്ഷാതപിച്ച് മടങ്ങുന്നവൻ അവനൊരു തെറ്റുമില്ലാത്തവനെ പോലെയാണ് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പക്ഷാതപിച്ച് മടങ്ങുന്ന ആളുകളെ, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയവനാണ്, കുറ്റങ്ങളേറെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലാഹുവേ എന്റെ തെറ്റുകൾ നീ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പക്ഷാതപിച്ച് മടങ്ങുന്നവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരിക്കുമെന്നോ ഏത് സമയത്തും നമ്മുടെ പക്ഷാതാപത്തിന് വേണ്ടി അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് അള്ളാന്റെ റസൂല പഠിപ്പിച്ചു തന്നത്. നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ നമ്മുടെ നാഥനായ റബ്ബ് കൈനീട്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷാതപിച്ച് മടങ്ങാൻ ഈ സമയം നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, നബിയെ തങ്ങൾ പറയണം എന്റെ സമൂഹത്തോട്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് വല്ല അക്രമങ്ങളും ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, സാമ്പത്തികമായി, ശാരീരികമായി എന്തെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആരും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തീർച്ചയായും പുറത്തു തരും.
അള്ളാഹു പൊറുക്കുന്നവനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അതുകൊണ്ട് വിശ്വാസികളെ വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ പക്ഷാതപിച്ച് മടങ്ങുക. വഅസ്ലിമൂ ലഹു, നിങ്ങൾ കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ്. ആ റബ്ബിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നാകാൻ കഴിയില്ല, പിന്നെ പക്ഷാതപിച്ച് മടങ്ങാൻ കഴിയില്ല. സുമ്മലാ തുൻസറൂന, പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങിയ ഹൃദയത്തോടുകൂടെ, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ, സലീമായ ഹൃദയത്തോടുകൂടെ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് റമദാനിന്റെ മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനുഷ്യരാണ്, ഒരുപാട് ബന്ധങ്ങളും ബാധ്യതകളും ഉള്ളവരാണ്. പലരുമായും സാമ്പത്തികമായും ശാരീരികമായും അയൽപക്കപരമായും ഒക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉള്ളവരാണ്. നമുക്കൊരുപാട് കുടുംബ ബന്ധങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ, എന്തെങ്കിലും ഈഗോയുടെ പേരിൽ, എന്തെങ്കിലും വാക്കുതർക്കത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബങ്ങളുമായി ഞാനും നിങ്ങളും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ ബന്ധങ്ങളെ മുഴുവനും വിളക്കി ചേർക്കാൻ ഈ സമയമാണ്. കാരണം റമദാനിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കാൻ വളരെ കൃത്യമായി വെച്ച ഒരു നിബന്ധനയാണ് ഒരാളുമായും ബന്ധങ്ങൾ മുറിച്ചിട്ടില്ല എന്നത്. കുടുംബ ബന്ധത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത് നമുക്ക് കാണാം, മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞാൽ അവനുമായുള്ള ഞാൻ എല്ലാ ബന്ധങ്ങളും മുറിക്കുമെന്ന് റഹ്മാനായ റബ്ബ പറഞ്ഞത്. മാതാപിതാക്കളുമായി, അതല്ലെങ്കിൽ ഭാര്യ ഇണകളുടെ കുടുംബങ്ങളുമായി, അമ്മാവന്മാരുമായി, അമ്മായികളുമായി, മുത്തമ്മമാരുമായി രക്തബന്ധമുള്ള, അങ്ങനെ പലതരത്തിലുള്ള കെട്ടുബന്ധങ്ങളുള്ള പലരും നമുക്കുണ്ട്. ആരോടെങ്കിലും ഏതെങ്കിലും തരത്ത് ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം സ്വർഗപ്രവേശനമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗപ്രവേശനത്തിന് കുടുംബ ബന്ധം അനിവാര്യമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മ, കുടുംബ ബന്ധം മുറിച്ചവർ ഒരിക്കലും അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. അവരെത്ര തന്നെ നോമ്പ് നോറ്റാലും, അവരെത്ര തന്നെ ഖുർആൻ പാരായണം നിർവഹിച്ചാലും, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും, കുടുംബവുമായി പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവരാണെങ്കിൽ അത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം മുറിഞ്ഞ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക എന്നതാണ്. ഏതെങ്കിലും നിലക്ക് പോയി കാണേണ്ട ആളുകൾ ഉണ്ടാകും. പിണങ്ങി നിൽക്കുന്നവരിൽ ഫോൺ ചെയ്താൽ മതിയാകാത്ത മുതിർന്ന കുറച്ച് കാരണവന്മാരായ ആളുകൾ, അവർ ചിലപ്പോ ഈഗോയിലായിരിക്കും, വർഷങ്ങളായിട്ടുണ്ടാകും പിണങ്ങി നിൽക്കുന്നവർ. അങ്ങനെ പോയി കാണേണ്ടവരുണ്ടെങ്കിൽ പോയി കാണാൻ. പ്രിയപ്പെട്ടവരെ, കുറച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ വിശുദ്ധമായ റമദാനിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കൽ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ താന്നു കൊടുക്കേണ്ടടുത്ത് താന്നു കൊടുത്താൽ അതൊരിക്കലും നമുക്ക് നഷ്ടമാവില്ല. മറിച്ച് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ, മുറിഞ്ഞു പോയ ബന്ധങ്ങളെ നന്നാക്കുവാൻ ആരാണോ മുന്നിട്ടിറങ്ങുന്നത് അവരാണ് ഏറ്റവും ഖൈറായവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോയി കാണേണ്ടവരെ ഒന്ന് ഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകൂ. എത്ര കൊല്ലം പിണങ്ങി നിന്നവരാണെങ്കിലും അവർക്ക് ഇങ്ങോട്ട് നന്നാകണമെന്നുണ്ടാകും. നമ്മളൊന്ന് മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് പോയാൽ തീരുന്ന പ്രശ്നങ്ങൾ, ഒന്ന് സലാം പറഞ്ഞാൽ, ഒന്ന് ഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളെ, കുടുംബങ്ങളുമായുള്ള ഒരു പ്രശ്നങ്ങളെയും ബാക്കി വെക്കാത്ത വിധം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായുള്ള ബന്ധം അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഊന്നൽ നൽകണം. മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു റമദാനാണ് നമുക്ക് വരുന്നതെങ്കിൽ 30 അല്ല, 3000 അല്ല, അതിനേക്കാളും കൂടുതൽ തവണ റമദാനുകൾ കടന്നു വന്നാലും ഇല്ല, മാതാപിതാക്കളുടെ പൊരുത്തത്തിലൂടെയല്ലാതെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അള്ളാന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക്
കഴിയില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, അവരെ കാണാത്തവരുണ്ടെങ്കിൽ, അവരെ ശുശ്രൂഷിക്കാത്ത, അവരെ പരിഗണിക്കാത്ത, അവരെ സഹായിക്കാത്ത ഏതെങ്കിലും ആളുകൾ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അതോടുകൂടെ നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ട്, അയൽവക്കത്തുള്ള ആളുകളുണ്ട്, ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്, സംഘടനാപരമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ നാം ഇടപെടുന്ന ഏതെങ്കിലും ആളുകളുമായി എന്തെങ്കിലും കാരണത്താൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ നാം മുൻകൈയെടുക്കണം. കുടുംബവുമായുള്ള ബന്ധം നിലനിർത്തണം. അതോടൊപ്പം ലോകത്തൊരാളുമായും എനിക്കൊരു പിണക്കവുമില്ല എന്നുറപ്പിക്കണം. കാരണം നമ്മുടെ പരലോകമാണ്. അവരുമായി പിണങ്ങി നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന കാലത്തോളം നഷ്ടം നമുക്കാണ് നഷ്ടം. കാരണം നമ്മുടെ ഒരു കർമ്മങ്ങളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുകയില്ല. മലക്കുകളോട് പറയുമെന്ന അതാ അവനും തമ്മിൽ പിണക്കമാണ്. അവരുടെ പിണക്കങ്ങൾ എപ്പോഴാണ് അവസാനിക്കുന്നത്? നോക്കുക, പ്രതീക്ഷിക്കുക. നമ്മുടെ പിണക്കം അവസാനിക്കുന്നത് വരെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ അള്ളാഹു കാത്തിരിക്കുമെന്ന് ഹദീസുകളിൽ വന്നതാ. അതുകൊണ്ട് ഒരാളും പിണക്കമില്ല, ഒരാളുമായും എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. ലാ യഹില്ലു ലിറജുലിൻ അയ്യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലി. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പോലും 3 ദിവസം പിണങ്ങാനേ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളൂ. എന്തെങ്കിലും മതപരമായ കാരണങ്ങൾ ഉണ്ടാകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിമീങ്ങളുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. കൂടിപ്പോയാൽ 3 ദിവസം, അതിനേക്കാളും കൂടുതൽ പിണങ്ങാൻ അവകാശമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിസാരമായ കാര്യത്തിന് അല്ലെങ്കിൽ കാരണങ്ങൾ, ഒരുപക്ഷെ വലിയ കാരണങ്ങൾ ഉണ്ടാകാം, കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്റെ സഹോദരനുമായി തെറ്റി നിൽക്കുന്ന ആളുകളുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മനസ്സിൽ ഒരാളോടും പകയില്ലാതെ, അസൂയയില്ലാതെ, സത്യം മാത്രമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി, ശുദ്ധമായ മനസ്സിന്റെ വാഗ്ദാക്കളായി വിശുദ്ധമായിരിക്കുന്ന റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഞ്ചാമത് നാം ശ്രദ്ധിക്കേണ്ടത്, നന്മകൾക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ വിശുദ്ധ റമദാനിൽ നമുക്ക് കഴിയണം. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വിശുദ്ധമായ റമദാനിലാണ് അവർക്ക് പരീക്ഷ വരുന്നത്. പ്രയാസങ്ങൾ ഏറെ ഉണ്ടാകും. ചൂടുകാലമാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്ത് തിരക്കുകളാണെങ്കിലും ആ തിരക്കുകളിൽപ്പെട്ട് റമദാനിൽ ചെയ്യാനുള്ള ആ നന്മകൾ ചെയ്യാൻ കഴിയാത്തവരായി നാം ഒരിക്കലും മാറരുത്. റമദാനിൽ തിരക്ക് കൂടുന്ന കച്ചവടക്കാരുണ്ട്. ആ കച്ചവടത്തിന്റെ തിരക്കുകൾക്കിടയിൽ, സമ്പത്തുണ്ടാക്കുന്ന തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് ജമാഅത്തിന് പോകാൻ കഴിയാത്ത, നിസ്കാരം നഷ്ടപ്പെടുന്ന, ഖുർആൻ പാരായണം ചെയ്യാൻ സമയമില്ലാത്തവരായി വെറും ആ കച്ചവടത്തിന്റെ തിരക്കിലേക്ക് മാത്രം നാം ഉൾവലിയാതെ മനഃപൂർവമായി ആ തിരക്കുകൾക്കിടയിലും അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ വിശുദ്ധമായിരിക്കുന്ന റമദാനിൽ നാം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, നാം അതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ റമദാൻ നമുക്ക് വലിയ നഷ്ടമാകും. അതുകൊണ്ട് റമദാനിന് വേണ്ടി കൃത്യമായ സമയക്രമീകരണം ഇപ്പോഴേ ആരംഭിക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, റമദാൻ വന്നിട്ട് നന്നാവുകയല്ല വേണ്ടത്, മറിച്ച് റമദാൻ വരുന്നതിന്റെ മുമ്പ് എനിക്ക് ഇന്നതെല്ലാം ചെയ്യണം, ഇന്ന സമയത്ത് ഞാൻ ഇന്നതെല്ലാം ചെയ്യുമെന്ന് കൃത്യമായ ഒരു പ്ലാനിങ്ങും ഒരു മുന്നൊരുക്കവും സമയക്രമീകരണവും ഈ സമയത്ത് തന്നെ നാം നടത്തേണ്ടതുണ്ട്. ആ ഒരു പ്ലാനിങ്ങോട് കൂടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. ആ സമയങ്ങൾ മുഴുവനും ചാറ്റ് റൂമുകളിലും
ടിവിക്ക് മുമ്പിലും അതേ പ്രകാരം മൊബൈലിലെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഗെയിമുകളിലും അനാവശ്യമായി സമയം കളയുന്നതിന് പകരം നമ്മുടെ മൊബൈല് കൊണ്ട് സ്വർഗ്ഗം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. മൊബൈൽ ചില്ലറക്കാരനൊന്നുമല്ല. ആ മൊബൈൽ കൊണ്ട് സ്വർഗ്ഗം നേടിയെടുക്കാനുള്ള മുഴുവൻ സംഭവങ്ങളും വിശുദ്ധമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മൊബൈൽ പണം കൊടുത്ത് വാങ്ങി നമ്മൾ നെറ്റ് റീചാർജ് ചെയ്യുന്ന മൊബൈല് കൊണ്ട് നമുക്ക് സ്വർഗ്ഗം നേടിയെടുക്കാൻ കഴിയാവുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മൊബൈലുകളിലുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും അനുഗ്രഹത്തിന് വേണ്ടി സ്വർഗ്ഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ആ മൊബൈലുകൾ അത് ഹറാമിന് വേണ്ടിയോ തിന്മകൾക്ക് വേണ്ടിയുമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളും അതേ പ്രകാരം ചാറ്റ് റൂമുകളും നമ്മുടെ മൊബൈലുകളും നെറ്റുമെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയും നന്മകൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തും ഞാൻ എന്ന് കൃത്യമായി തീരുമാനിച്ചുകൊണ്ട് തീർച്ചയായും വിശുദ്ധമായ റമദാനിനെ നല്ല ഒരു സമയം ചിട്ടപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകണം. അതോടുകൂടെ സമയം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. കാരണം ഇനിയൊരു റമദാൻ ജീവിതത്തിലേക്ക് വരുമോ എന്നറിയില്ല. എന്റെ അവസാനത്തെ റമദാനാകാം. അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ഒരൊറ്റ ജമാഅത്തും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഈ റമദാനിൽ ഒരൊറ്റ തറാവീഹും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഈ റമദാനിൽ ഒരു നിസ്കാരത്തിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ഒരു റവാത്തിബ് നമസ്കാരവും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഈ റമദാനിൽ ഞാൻ ദുഹാ നമസ്കാരം ഞാൻ കൃത്യമായി നിർവഹിക്കും. എല്ലാവിധ സുന്നത്തുകളും ഞാൻ വർദ്ധിപ്പിക്കും. ഒരുപാട് ദിക്റുകൾ ഞാൻ വർദ്ധിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്തുകൾ ധാരാളമായി ഈ വിശുദ്ധമായ റമദാനിൽ ഞാൻ വർദ്ധിപ്പിക്കും. ഈ റമദാനിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആൻ ഒരു 2 ഖത്മ് അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ആദ്യാവസാനം ഞാൻ ഓതി തീർക്കും. ഈ നിലക്ക് നല്ല കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തിക്കൊണ്ട് നല്ല നിലക്ക് എന്തെല്ലാം നന്മകൾ ഞാൻ വിശുദ്ധ റമദാനിൽ ചെയ്യാൻ കഴിയോ അതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. ഒരു പക്ഷേ എന്റെ അവസാനത്തെ റമദാനാകാം. എന്റെ ഈ അവസാനത്തെ റമദാനാകാൻ സാധ്യതയുള്ള ഈ റമദാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉത്സാഹവും ഏറ്റവും കൂടുതൽ സ്വർഗ്ഗ പ്രതീക്ഷയും നൽകുന്ന റമദാനാക്കി ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നീയത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനമായ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ ചില കാര്യങ്ങളാണ്. ഒരു 6 കാര്യം നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായുള്ള ഗുണം എന്താ അറിയാം? ഇപ്പൊ ഒരു 8 10 ദിവസമാണ് ഇനി റമദാനിലുള്ളത്. ആ ദിവസത്തിന്റെ ഇടയ്ക്ക് ആരൊക്കെയാ മരിക്കുക അറിയില്ല. ഇനി അഥവാ റമദാൻ വന്നാൽ തന്നെ ഇപ്പൊ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരാണ്. ഒന്ന് കാലിന്റെ പടം മറിഞ്ഞാൽ മതി, ഹോസ്പിറ്റലിൽ പോയി ഒരു മാസത്തെ പൂർണ്ണമായ ബെഡ് റെസ്റ്റ് അതങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഥ. പള്ളിയിലേക്ക് വരാൻ കഴിയില്ല, ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ല, തറാവീഹ് നിസ്കരിക്കാൻ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ആരൊക്കെയാ ഉണ്ടാവുക എന്ന് ഉറപ്പില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആർക്കൊക്കെയാണ് പൂർണ്ണമായി ഇബാദത്ത് കൊണ്ട് ആരോഗ്യത്തോടുകൂടെ നോമ്പ് നോൽക്കാനും ഇബാദത്ത് ചെയ്യാനും കഴിയുക, നമ്മളൊക്കെ അതിൽ പെടുമോ എന്നും നമുക്കറിയില്ല. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഒരു ഗുണം എന്താ അറിയാം? ആത്മാർത്ഥമായി നമ്മുടെ മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയല്ല, മനസ്സുകൊണ്ട് നിയ്യത്തുണ്ടാവുക. അള്ളാഹു എനിക്ക് ഈ റമദാൻ നൽകിയാൽ ഈ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു റമദാൻ പോലെ ആകൂല ഈ റമദാനിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, ഏതെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകളൊക്കെ ഞാൻ ചെയ്യുമെന്ന് ആത്മാർത്ഥമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സുകൊണ്ടങ്ങ് കരുതിയുള്ള ഗുണം എന്താ അറിയോ? നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. റമദാനിൽ വന്നു, ആ സമയത്ത് നമുക്ക് തറാവീഹ് പോകാൻ കഴിയുന്നില്ല, ആ ഒരു അവസ്ഥ വന്നു എന്ന് സങ്കല്പിക്കുക. വെറുതെ അങ്ങനെ സങ്കല്പിച്ചാൽ പോലും ഇപ്പൊ നമ്മൾ കരുതിയ ആ നിയ്യത്ത് ഒരൊറ്റ നിയ്യത്ത് മതി. നമ്മൾ അത് ചെയ്യാതെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹ. ഒരാൾ ഒരു നന്മ ചെയ്യണമെന്ന് കരുതി, പക്ഷേ ഫലം യഅമൽഹ, ആ നന്മ ചെയ്തില്ല. കൊടുക്കണം എന്ന് വിചാരിച്ചു, കൊടുക്കാൻ കഴിഞ്ഞില്ല.
നോമ്പ് നോൽക്കണമെന്ന് കരുതി, അല്ലെങ്കിൽ എനിക്ക് എല്ലാ തറാവീഹും ഞാൻ നിർവഹിക്കും, ഞാൻ ഒരു ദിവസം ഒരു ജുസ് 2 ജുസ് എന്തായിരുന്നാലും ഈ റമദാനിൽ ഞാൻ ഓതും, നല്ല നിലക്ക് മനസ്സുകൊണ്ട് കരുതി. പക്ഷേ ഫലം യഅമൽഹ, ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തോ സാങ്കേതികമായ കാരണത്താൽ. അല്ലാഹുവിന്റെ റസൂല് പറയാ, അങ്ങനെ കരുതിയിട്ട് ചെയ്യാതിരുന്നാലും ഈ നിയ്യത്തുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കരുത, ഈ കരുത്ത്, ആ കരുത്തിന് പൂർണ്ണമായ നന്മയുടെ പ്രതിഫലമുണ്ടെന്നോ, ഒരാള് നന്മ കരുതുകയും എന്നിട്ടത് ചെയ്യുകയും ചെയ്താൽ അവനതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. അത് 700 ഇരട്ടി വരെയാകും. അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അവന് കിട്ടും. കരുതി എന്നിട്ട് അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചാൽ അവന് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നല്ല ഒരു കരുത്ത്, ഈ റമദാൻ വന്നാൽ ഞാൻ ഉഷാറാകും, പണ്ടത്തെ റമദാൻ പോലെ ഒന്നും ആവില്ല, എനിക്ക് സ്വർഗത്തിന് വേണ്ടിയാണ് റമദാനിനെ അള്ളാഹു അതിഥിയായി പറഞ്ഞയക്കുന്നത് എന്ന കൃത്യമായ നല്ല ഒരു ചിന്ത, നല്ലൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഈ സമയത്ത് തന്നെ ഉണ്ടാകണം. അതോടുകൂടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, അത് വലിയ മഹത്തരമാണ്. മഹാന്മാരാകുന്ന നമ്മുടെ മുൻഗാമികളൊക്കെ 6 മാസം മുമ്പേ, നമ്മളിപ്പോ ഒരു 10 ദിവസം മുമ്പ് ഇനിയുള്ളൂ റമദാനില്, നമ്മളിപ്പോഴാ റമദാനിന്റെ മുന്നൊരുക്കത്തെ കുറിച്ച് ആലോചിക്കുന്നത് പോലും. റമദാനിന്റെ മുന്നൊരുക്കം മുൻഗാമികളാകുന്ന ആളുകൾ റമദാനിന്റെ 6 മാസം മുമ്പേ തുടങ്ങുമെന്ന, 6 മാസം മുമ്പേ അവർ റമദാനിന്റെ മുന്നൊരുക്കം തുടങ്ങും. എന്നിട്ട് അവര് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ റമദാനിനെ ഒന്നുകൂടെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്നവര് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ ഒരിക്കൽ കൂടെ റമദാനിനെ കാണാൻ, ആ തറാവീഹിൽ പങ്കെടുക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാൻ, ഖുർആനുമായി കൂടുതൽ അടുക്കാൻ അല്ലാഹുവേ എനിക്ക് ആയുസ്സും ആരോഗ്യവും നീ നൽകണേ എന്ന് ആത്മാർത്ഥമായി ഇനിയുള്ള ദിവസങ്ങളിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതും റമദാനിന്റെ മുന്നൊരുക്കത്തിൽപ്പെട്ടതാണ്. ഈ നിലയ്ക്ക് വിശുദ്ധ റമദാനിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ വിശുദ്ധ റമദാനിനെ ഇനിയും ധാരാളം പ്രാവശ്യം കാണുവാനും കണ്ടുമുട്ടുവാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി അങ്ങനെ റമദാനിന്റെ ശുപാർശകരിൽ അല്ലാഹുവേ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.